പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾക്കിടയിൽ ഇറാന്റെ അധികാര സിംഹാസനത്തിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ മുജ്തബ ഖമേനിയെ തെരഞ്ഞെടുത്തു എന്ന ഔദ്യോഗിക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കടുത്ത ഭീഷണികൾ നിലനിൽക്കെയാണ് ടെഹ്റാൻ സമയം അർദ്ധരാത്രിയോടെ ഇറാനിലെ 88 അംഗ വിദഗ്ധ സമിതി ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനത്തോടെ ഇറാന്റെ ആഭ്യന്തര വിദേശ നയങ്ങളിലും സൈനിക നീക്കങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള സർവാധികാരം 56-കാരനായ മുജ്തബയുടെ കൈകളിലേക്ക് എത്തുകയാണ്. വെറും ഒരു മകൻ എന്നതിലുപരി ഇറാന്റെ അധികാര ഇടനാഴികളിൽ വൻ സ്വാധീനമുള്ള വ്യക്തിത്വമാണ് ഇദ്ദേഹം. തന്റെ 17-ാം വയസ്സിൽ ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൽ ചേർന്ന മുജ്തബ ഇറാഖ് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത സൈനികനാണ്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഹബീബ് ബറ്റാലിയന്റെ ഭാഗമായി പ്രവർത്തിച്ച അദ്ദേഹം സൈനിക സേവനത്തിന് ശേഷം ഷിയ സെമിനാരിയിൽ നിന്ന് മതപഠനവും പൂർത്തിയാക്കി. 2000 ആണ്ടിന് ശേഷം ഇറാന്റെ രാഷ്ട്രീയത്തിൽ പരോക്ഷമായി ഇടപെട്ടു തുടങ്ങിയ മുജ്തബ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി തന്റെ പിതാവിന്റെ ഓഫീസിന്റെ പൂർണ്ണ ചുമതല വഹിച്ചു വരികയായിരുന്നു. എന്നാൽ മുജ്തബയുടെ ഈ അധികാര ലബ്ധി അത്ര സുഗമമായിരിക്കില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ പുതിയ നേതാവ് ആരായാലും അവരെ വേട്ടയാടുമെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്ന സമിതിയിലെ ഓരോ അംഗത്തെയും ലക്ഷ്യം വെക്കുമെന്ന് ഇസ്രായേൽ സൈന്യം പേർഷ്യൻ ഭാഷയിൽ എക്സിലൂടെ മുന്നറിയിപ്പ് നൽകിയത് ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുജ്തബയുടെ നിയമനത്തിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മുജ്തബ അസ്വീകാര്യനാണെന്നും അദ്ദേഹം ഒരു ദുർബലനായ നേതാവാണെന്നുമാണ് ട്രംപിന്റെ പക്ഷം. ഇറാന്റെ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ തനിക്കും പങ്കുണ്ടാകണമെന്ന ട്രംപിന്റെ വാദം ഇറാൻ തള്ളിക്കളഞ്ഞത് വരും ദിവസങ്ങളിൽ അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കും. അധികാരത്തിനൊപ്പം മുജ്തബയെ ചുറ്റിപ്പറ്റിയുള്ള സാമ്പത്തിക വിവാദങ്ങളും ഇപ്പോൾ പുകയുകയാണ്. ലളിത ജീവിതം നയിക്കുന്നവരാണ് ഖമേനി കുടുംബമെന്ന് ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുമ്പോഴും വിദേശ രാജ്യങ്ങളിൽ മുജ്തബയ്ക്ക് കോടികളുടെ ആസ്തിയുണ്ടെന്ന ബ്ലൂംബെർഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ലണ്ടനിലെ അതിസമ്പന്നർ താമസിക്കുന്ന ബില്യണയർ റോയിലെ കൊട്ടാര സദൃശ്യമായ വീടും ദുബായിലെ ആഡംബര വില്ലകളും ഫ്രാങ്ക്ഫർട്ടിലെ ഹോട്ടലുകളും എന്നിങ്ങനെ നീളുന്നു അദ്ദേഹത്തിന്റെ ബിനാമി നിക്ഷേപങ്ങൾ. ഷെൽ കമ്പനികൾ വഴി നടത്തിയ ഈ ഇടപാടുകൾക്ക് പിന്നിൽ അലി അൻസാരി എന്ന വിവാദ വ്യവസായിയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ എണ്ണ വിപണിയിലൂടെ ലഭിക്കുന്ന പണം വിദേശ ബാങ്കുകൾ വഴി ഇത്തരത്തിൽ നിക്ഷേപിക്കുന്നത് ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. 2009 ഗ്രീൻ മൂവ്മെന്റ് പ്രക്ഷോഭത്തെയും 2022 ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തെയും അടിച്ചമർത്തുന്നതിൽ മുജ്തബ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അദ്ദേഹം സ്ഥാനമേൽക്കുമ്പോൾ രാജ്യം കൂടുതൽ കടുത്ത നിയമങ്ങളിലേക്ക് നീങ്ങുമോ എന്ന ഭീതി മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിലുണ്ട്. പുറത്ത് ഇസ്രായേലിന്റെ വധഭീഷണി, അകത്ത് ജനകീയ പ്രക്ഷോഭങ്ങൾ, ഒപ്പം വൻ സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ. ഈ വെല്ലുവിളികൾക്കിടയിൽ മുജ്തബ ഖമേനി എങ്ങനെ ഇറാനെ നയിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ ഈ രാഷ്ട്രീയം പുതിയൊരു ഭരണക്രമത്തിലേക്ക് മാറുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്.